വയനാട് പ്രാദേശിക കോൺഗ്രസ് നേതാവിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് പോലീസ്. പുൽപ്പള്ളി തങ്കച്ചന്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവച്ച കേസിൽ പോലീസ് തിരയുന്ന ആളാണ് അനീഷ് മാമ്പള്ളി. കോൺഗ്രസ് മീനങ്ങാടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ് അനീഷ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വയനാട്ടിലെ കോൺഗ്രസിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ ലോകം മൊത്തം നോക്കുന്നതാണ്. കാരണം നിരവധിയായിട്ടുള്ള ആത്മഹത്യാ പരമ്പരകൾ എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് നേതാക്കളൊക്കെ ആത്മഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് അവിടുത്തെ ഗ്രൂപ്പ് പോരും ഗ്രൂപ്പ് വഴക്കുമൊക്കെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ പ്രാദേശിക കോൺഗ്രസ് നേതാവിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പോലീസ്. ജോഷില പി വി ജോഷില വയനാട്ടിൽ നിന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ജോഷില, ഗുഡ് മോർണിംഗ്. ഹലോ ജോഷില, കേൾക്കാമോ? ഹലോ, കേൾക്കാം. ഹലോ, കേൾക്കുന്നില്ലേ? യെസ്, ഞാൻ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. ജോഷില, ഗുഡ് മോർണിംഗ് വിനിഷ. നല്ല സുഖമില്ല, അതുകൊണ്ടാണ്. പനി പിടിച്ചു അല്ലേ? ഏതായാലും ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് വളരെ പെട്ടെന്ന് നമുക്ക് ലൈവിലേക്ക് വരാം. ഇപ്പോൾ തൽക്കാലം അസുഖമായതുകൊണ്ടാണ് ജോഷിലയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത്. ജോഷില, ക്രിമിനൽ കോൺഗ്രസ് ആണോ എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വയനാട്ടിൽ എന്താണ് നടക്കുന്നത്? കോൺഗ്രസ്സുകാർ രാഷ്ട്രീയ പ്രവർത്തനമല്ല, വെറും ക്രിമിനൽ മൈൻഡോട് കൂടിയുള്ള കാര്യങ്ങളിലേക്ക്, ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നവരായി മാറിക്കഴിഞ്ഞോ? ഏറ്റവും ഒടുവിലത്തെ ഇപ്പോഴത്തെ ഈ ലുക്കൌട്ട് നോട്ടീസ് വരെ എത്തിക്കുന്നത് അക്കാര്യങ്ങളിലേക്കാണോ? തീർച്ചയായും വിനിഷ. മുള്ളൻകൊല്ലി 2ാം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് കാനാട്ടുമലയിൽ തങ്കച്ചന്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കളും മദ്യവും കൊണ്ടുവച്ച് കാനാട്ടുമലയിലെ തങ്കച്ചനെ ജയിലിൽ കിടത്തുന്ന 17 ദിവസം ജയിലിൽ കിടത്തുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മാറ്റിയിരുന്നു. ഇത് പോലീസ് തന്നെയാണ് പിന്നീട് കണ്ടെത്തിയത്. പോലീസിന്റെ അന്വേഷണത്തിലാണ് അതൊരു ഫേക്ക് ആയിരുന്നു, അത്തരത്തിൽ കൊണ്ടുവച്ച് കുടുക്കിയതാണ്, കാരാട്ടുമലയിൽ തങ്കച്ചനെ കേസിൽ കുടുക്കിയതാണ് എന്നുള്ളത് പോലീസ് അന്വേഷണത്തിൽ തന്നെയായിരുന്നു കണ്ടെത്തിയത്. അതിന്റെ ഭാഗമായി ഇത് ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തത്, എൻ ഡി അപ്പച്ചന് മർദ്ദനമേറ്റ സമയത്ത് അതിനുശേഷം നടന്ന ഗൂഢാലോചനയിലാണ് തനിക്കെതിരെ ഇത്തരം നീക്കങ്ങൾ നടന്നതെന്ന് കാനാട്ടുമലയിൽ തങ്കച്ചൻ പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു. DCC പ്രസിഡന്റായ എൻ ഡി അപ്പച്ചന് മർദ്ദനം ഏറ്റത് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് തന്നെയാണ്. കോൺഗ്രസിനെ ആദ്യം നന്നാക്ക് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് മർദ്ദനം ഉണ്ടായത്. അത്തരത്തിൽ ഒരു പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ DCC ജനറൽ സെക്രട്ടറി PD സജി, മീനങ്ങാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനീഷ് മാമ്പള്ളി, മുള്ളൻകൊല്ലി മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് കടുപ്പിൽ, അതുപോലെ തന്നെ മരിച്ച ജോസ് നല്ലേടം, ഇവർക്കെതിരെയായിരുന്നു അന്ന് സ്ഫോടക വസ്തുവും മദ്യവും കാനാട്ടുമലയിൽ തങ്കച്ചന്റെ വീട്ടിൽ കൊണ്ടുചെന്ന് വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ഉയർന്നിരുന്നത്. ഇത് ജോസ് നെല്ലേടം ഒഴികെ മറ്റുള്ളവരെല്ലാം തന്നെ ഒളിവിൽ പോയിരുന്നു. PD സജി, അനീഷ് മാമ്പള്ളി, ഷിനോജ് കടുപ്പൻ തുടങ്ങിയവരൊക്കെ തന്നെ ഒളിവിലായിരുന്നു. ഇപ്പോൾ മീനങ്ങാടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനീഷ് മാമ്പള്ളിയെ തിരയാനാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പുൽപ്പള്ളി പോലീസാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിൽ വലിയ തോതിൽ ഇപ്പോഴും പോര് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് പത്മജ അടക്കമുള്ളവർ രംഗത്ത് വന്നിരിക്കുന്നത്. പത്മജയുടെ കുടുംബത്തെ ആകെ അപമാനിക്കുന്ന രീതിയിലേക്ക് ടി സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ മാറുന്നു. ടി സിദ്ദിഖ് മാത്രമല്ല, മറ്റ് കോൺഗ്രസ് നേതാക്കൾ അടക്കം ക്രൂരമായ വാക്കുകളാണ്, VD സതീശൻ അടക്കമുള്ള ആളുകൾ ക്രൂരമായ വാക്കുകളാണ് തന്റെ കുടുംബത്തിന് നേരെ പ്രയോഗിക്കുന്നതെന്ന് പത്മജ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞിരുന്നു. മാത്രമല്ല, അർബൻ ബാങ്കിനെ ഉപയോഗിച്ച് ഇവർ നടത്തുന്ന ഗൂഢാലോചനയും അതുപോലെ തന്നെ കളികളും ഒക്കെ തന്നെ തനിക്ക് ഭയമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ആധാരം സെപ്റ്റംബർ 30-നകം എടുത്തു തള്ളണമെന്നും, അങ്ങനെ സെപ്റ്റംബർ 30-നകം ആധാരം എടുത്തു തന്നില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെ DCC ഓഫീസിന് മുന്നിൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ നിരാഹാരം കിടക്കുമെന്നും പത്മജ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ വയനാട്ടിലെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള അഴിമതി, സാമ്പത്തികമായ അഴിമതി, അതുപോലെ തന്നെ ക്രമക്കേടുകൾ, പരസ്പര പോര്, ഗ്രൂപ്പ് വഴക്ക്, ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസിനെ ഇപ്പോൾ വലിയ ഒരു ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ അധപ്പതനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് പറയാം. ആ സമയത്താണ് ഇപ്പോൾ അനീഷ് മാമ്പള്ളിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരിക്കുന്നത്.